നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിൽ ഇതുപോലെ എന്തെങ്കിലും ബിഹേവിയറൽ ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ബിഹേവിയറൽ ഇഷ്യൂസ് കാണുമ്പോൾ അതൊരിക്കലും അവരുടെ പ്രായത്തിന്റെ പക്വത കുറവോ അല്ലെങ്കിൽ പ്രായത്തിൻ്റെതായിട്ടുള്ള വികൃതിയായി കാണാതെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ബിഹേവിയർ തെറപ്പിസ്റ്റിന്റെ ഹെൽപ്പ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ഓരോ ദിവസവും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ ടിവിയിലൂടെയും പത്രത്തിലൂടെയും കണ്ടും കേട്ടും മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂടി വരുന്ന ബിഹേവിയറൽ ഇഷ്യൂസ് നമ്മളെ എല്ലാവരെയും വല്ലാതെ ഭയപ്പെടുത്തുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിൽ ഇത്രയേറെ ബിഹേവിയറൽ ഇഷ്യൂസ് കൂടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിയേണ്ടതും അതിനായി നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണമെന്നും അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. ഹായ്, ഞാൻ മുസ്ന, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ഹീലിയസ് ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്ററിലെ ബിഹേവിയർ തെറപ്പിസ്റ്റ് ആണ്. കുട്ടികളിലെ ബിഹേവിയേഴ്സിൽ തന്നെ വെർബൽ ആൻഡ് നോൺ വെർബൽ ബിഹേവിയേഴ്സ് ഉണ്ട്. ഇത് ഏത് തന്നെ ആയാലും അൺഡിസൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള അനോയിങ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ കുറയ്ക്കുകയും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡിസൈഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ കൂട്ടുകയും ചെയ്യുന്നതാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ അഥവാ ബിഹേവിയർ തെറപ്പി വഴി നമ്മൾ ചെയ്യുന്നത്. സാധാരണയായി നമ്മുടെ അടുത്ത് വരുന്ന പാരന്റ്സ് മെയിൻ ആയിട്ട് പറയുന്ന കംപ്ലൈന്റ്സ് ആണ്, എന്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് അമിതമായിട്ടുള്ള ദേഷ്യമാണ്, വാശിയാണ്, അതുപോലെ തന്നെ ദേഷ്യം വരുന്ന സമയങ്ങളിൽ സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ഒരു ടെൻഡൻസി, അടങ്ങിയിരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ. എന്നാൽ ഇതല്ലാതെ ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിൽ ഇന്ന് കാണുന്നുണ്ട്. ബിഹേവിയറൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബിഹേവിയറൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ചേഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ ബിഹേവിയർ മോഡിഫിക്കേഷൻസ് വഴി നമുക്ക് പതുക്കെ പതുക്കെ മാത്രമേ ഒരു കുഞ്ഞിന്റെ ബിഹേവിയർ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ബിഹേവിയർ തെറപ്പി എന്ന് പറയുന്നത് ഒരു ലോങ് ടേം പ്രോസസ്സാണ്. കുട്ടിയുടെ ബിഹേവിയറിന്റെ ആക്ച്വൽ റീസൺ എന്താണ് അല്ലെങ്കിൽ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ബിഹേവിയർ തെറപ്പി എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വേരിയസ് സ്കിൽസ്, അതായത് സോഷ്യൽ സ്കിൽസ്, കോഗ്നിറ്റീവ് സ്കിൽസ്, ലേണിംഗ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ബിഹേവിയർ തെറപ്പി നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അമിതവാശി, ദേഷ്യം, ഹാമിംഗ് ബിഹേവിയേഴ്സ് ഒക്കെ കാണിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ ബിഹേവിയർ തെറപ്പി കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് കൂടാതെ തന്നെ ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷൻസ് ആയിട്ടുള്ള ASD, ഓട്ടിസം, ADHD, കണ്ടക്ട് ഡിസോർഡർ അതായത് ODD, OCD, കുഞ്ഞുങ്ങളിൽ കാണുന്ന ഡിപ്രഷൻ, ആൻസൈറ്റി, അതുപോലെ തന്നെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉള്ള കുട്ടികൾ, അതുപോലെ എന്തെങ്കിലും അഡിക്ഷൻസ് ഉള്ള കുഞ്ഞുങ്ങളിൽ എല്ലാം ബിഹേവിയർ തെറപ്പി നല്ലപോലെ ഇഫക്റ്റീവ് ആണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിൽ ഇതുപോലെ എന്തെങ്കിലും ബിഹേവിയറൽ ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ബിഹേവിയറൽ ഇഷ്യൂസ് കാണുമ്പോൾ അതൊരിക്കലും അവരുടെ പ്രായത്തിന്റെ പക്വത കുറവോ അല്ലെങ്കിൽ പ്രായത്തിൻ്റെതായിട്ടുള്ള വികൃതിയായി കാണാതെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ബിഹേവിയർ തെറപ്പിസ്റ്റിന്റെ ഹെൽപ്പ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് അനിവാര്യമാണ്.